അല്ലയോ നോമ്പ് മാസമേ, നോമ്പ് കാലമേ, ഈ റമളാൻ ആദരവിനാൽ അത്യുന്നതമായിരിക്കും. മാസങ്ങൾക്കിടയിൽ റമളാൻ മാസത്തിന് തന്നെയാണ് ഏറ്റവും മഹത്വമുള്ളത്. സയ്യിദ് ശുഹൂർ റമളാൻ, മാസങ്ങളുടെ നേതാവ് റമളാൻ മാസമാണ്. അതുകൊണ്ട് യാ സായിമി, അല്ലയോ നോമ്പുകാര, യാ സായിമി റമളാന ഹാദാ ശഹ്റുകും ഫീഹി അഹബാഹുകുൽ മുഹൈമിനുൽ മഅലമാ. ഈ അതിമഹത്തായ ഈ നാളുകളിൽ, ഈ മാസങ്ങളുടെ അധികാരി, ഉടമസ്ഥൻ ആരാണെന്നറിയോ? അള്ളാഹു ആണ്. നോമ്പ് പിടിച്ചവർക്കൊക്കെ അള്ളാഹു വലിയ വലിയ സമ്മാനങ്ങൾ ഒരുക്കി വെച്ചു. റമളാനു അഖ്ബല യാ ഉലിൽ അൽബാബു ഫസ്തഖ്ബലൂഹു ബഅദ തൂലി അയ്യാബു. കുറെ നാളുകൾക്കൊക്കെ ശേഷമാണ് റമളാൻ ഇതാ വീണ്ടും നമുക്കിടയിലേക്ക് സമാഗതമായിരിക്കുകയാണ്. നിങ്ങൾ അതിനെ സ്വാഗതം ചെയ്യൂ. ഈ മാസത്തെ നമ്മൾ സ്വാഗതം ചെയ്യും. അല്ലയോ വിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, നമുക്ക് ഈ മാസത്തെ സ്വാഗതം ചെയ്യാം. നമുക്ക് ഈ മാസത്തെ അനുഭവിക്കാം. നമുക്ക് ഈ മാസത്തെ ആസ്വദിക്കാം. ഇതിലെ നന്മകൾ, പ്രതിഫലങ്ങളൊക്കെ നേടിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അതാകും ശഹ്റു റമളാന ശഹ്റുൽ മുബാറക് ഫറളല്ലാഹു അലൈക്കും സിയാമഹു. അല്ലയോ വിശ്വാസികളെ, റമളാനിലെ നോമ്പ് നമുക്കൊക്കെ നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്നത് ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും സ്ഥിരപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇസ്ലാമിലെ 5 കർമാനുഷ്ഠാനങ്ങളിൽ ഏറെ പ്രധാനപ്പെട്ട ശ്രേഷ്ഠകരമായ ഇബാദത്ത് നിർവഹിക്കൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ ബാധ്യതയാണ്. ബുദ്ധിയും ആരോഗ്യവും പ്രായപൂർത്തിയായ ഓരോ സ്ത്രീ പുരുഷന്മാരിലും ഒഴിവാക്കാനാകാത്ത ഒരു ഇബാദത്താണ്, ആരാധനയാണ് നോമ്പ് എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നോമ്പിന്റെ ആ മഹത്വത്തെ കുറിച്ച്, ലൗ യഅലമുൽ ഇബാദു മാ ഫീ ശഹ്രി റമളാന ലതമന്നതു ഉമ്മത്തി അൻ തകൂന അസ്സനതു കുല്ലുഹാ റമളാൻ. നോമ്പ് മാസത്ത് വന്നു ചേരുന്ന ശ്രേഷ്ഠത, അതിന്റെ ആ പുണ്യങ്ങളെ പറ്റി, അതിന്റെ ഓരോ പ്രവർത്തനങ്ങൾക്കും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ കർമ്മങ്ങളുടെയും പ്രതിഫലങ്ങളെ കുറിച്ചൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചു പോകുമായിരുന്നു. ലൗ യഅലമുൽ ഇബാദു മാ ഫീ ശഹ്രി റമളാന ലതമന്നതു ഉമ്മത്തി. നമ്മൾ ആഗ്രഹിച്ചു പോകും എന്ത്? അൻ തകൂന അസ്സനതു കുല്ലുഹാ റമളാൻ. കാലാകാലം എന്നും ഇങ്ങനെ റമളാനായിരുന്നു എന്ന് നമ്മൾ ആഗ്രഹിച്ചു പോകുമായിരുന്നു. എന്താണ് നമ്മൾ നോമ്പിൽ ചെയ്യുന്നത്? നമ്മുടെ വികാരങ്ങളൊക്കെ നിയന്ത്രിക്കുകയാണ്. ഇതുവരെ നമുക്കൊക്കെ പാടുണ്ട് എന്ന് നമ്മൾ ധരിച്ചു വെച്ചിരുന്ന പലതും പാടില്ലാതാക്കിയിരിക്കുകയാണ്. നമുക്കേറെ പ്രിയപ്പെട്ട ഭക്ഷണ പദാർത്ഥങ്ങൾ, പാനീയങ്ങൾ കുടിക്കുന്നത് പലപ്പോഴും സംസാരത്തിലൊന്നും അത്ര സൂക്ഷ്മതയൊന്നും പുലർത്തിയിരുന്നില്ല. പക്ഷെ എക്കത്തിലും നമ്മളിങ്ങനെ ഒരു കരുതലോട് കൂടിയിട്ട് ജീവിതത്തോട് കർശനമായ നിയന്ത്രണങ്ങളാക്കി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് നമ്മളൊന്ന് ആലോചിച്ചു നോക്കി, എന്തൊരു ഇടങ്ങേറാണ്. എനിക്കൊന്നും മിണ്ടാൻ പറ്റണില്ലല്ലോ, എനിക്കൊന്നും പറയാൻ പറ്റണില്ലല്ലോ, ഒന്നും ചെയ്യാൻ പറ്റണില്ലല്ലോ, അല്ലെ, കഴിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് പരാതി നമ്മൾ പറയാറുണ്ട് ആരെങ്കിലും? ഇല്ലല്ലോ. എന്താണ് നോമ്പ് പിടിച്ചിട്ട് എങ്ങനെയുണ്ട്? അൽഹംദുലില്ലാ, ആ കുഴപ്പമൊന്നുമില്ല. പുറത്തൊക്കെ കുറച്ച് ചൂടുണ്ട്, എന്നാലും അൽഹംദുലില്ലാ, അല്ലെ. എന്തൊരു ആത്മസംതൃപ്തിയാണ്. നമ്മളെ നിയന്ത്രിച്ച് കടിഞ്ഞാണിട്ട് പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. നമ്മൾ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമ്മുടെ ആ ഇച്ഛാ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, നമ്മുടെ ആഗ്രഹങ്ങളെ പിടിച്ചു നിർത്തിയിട്ട് നമ്മുടെ ആ ഒരു ആത്മഗതമാണ്. കുഴപ്പമൊന്നുമില്ല. ഒരു ക്ലേശത്തിന്റെ, ഒരു ബുദ്ധിമുട്ടിന്റെ ഒരു വർത്തമാനവും കൊച്ചുമക്കളൊക്കെ കയറി വന്നപ്പോ എന്താണ് നോമ്പൊക്കെ എങ്ങനെയുണ്ട്? അവര് ചിരിക്കുകയാണ്, അവർക്ക് പ്രയാസമില്ല. കൊച്ചുമക്കൾ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വർത്തമാനത്തിൽ പോലും
അതിന്റെ പീഡനത്തെ കുറിച്ചോ കഷ്ടപ്പാടുകളെ കുറിച്ചിട്ടോ ഒന്നും പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയുകയില്ല. ഷഹ്റുൻ മുബാറക്, അനുഗ്രഹീതമായ മാസം എന്നാണ് പറഞ്ഞേക്കുന്നത് ഈ മാസത്തെ പറ്റി. അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ നിങ്ങൾ അറിയണം. മുസ്ലിം സമുദായം മാത്രമല്ല, മനുഷ്യരെ നിങ്ങൾ അറിയണം. ജീവിതത്തിൽ ഇങ്ങനെയും ഒരു ദൈവികമായ ആരാധനയുടെ ഇബാദത്ത്, അള്ളാഹു വഴിപ്പെടൽ, തന്റെ നാഥന് വേണ്ടി സൃഷ്ടികളായ അടിമകളായ നമ്മൾ മനുഷ്യന്മാർ ഇങ്ങനെയും ഒരു വഴിപ്പെടൽ നടത്തുന്നുണ്ട് എന്ന് ലോക ജനങ്ങളെ മാലോകരറിയണം. അതുകൊണ്ട് അയ്യുഹന്നാസ്, ജനങ്ങളെ അറിയണം. ഖദ് അളല്ലക്കും ശഹ്റുൻ അളീമുൻ മുബാറകുൻ, അതിമഹത്തായ ഒരു പ്രകാശിതമായ ഫീഹി ലൈലത്തുൻ മിൻ അൽഫി ശഹ്ർ ലഹുസ് സമാവാതി നൂറൻ, ഈ പ്രപഞ്ചം പ്രകാശപൂരിതമാകുന്ന, അള്ളാഹു സന്തോഷവാനാകുന്ന, അള്ളാഹുവിന്റെ കൽപ്പനകൾ ലംഘിക്കാത്ത മലായിക്കത്തുകൾ, ധിക്കാര സ്വഭാവമുള്ള മനുഷ്യരെ കുറിച്ചിട്ട്, അനുസരണക്കേട് കാണിക്കുന്ന മനുഷ്യരെ കുറിച്ചിട്ട് നല്ല വർത്തമാനം പറയുന്ന ഒരു പ്രകാശിതമായി എങ്ങും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി നിലനിൽക്കുന്ന ഒരു ജീവിത ഘട്ടം കൂടി മനുഷ്യൻ ആർജിക്കാൻ കഴിയുമെന്ന് ആരാ തെളിയിച്ചേക്കണ? നമ്മളാണ് തെളിയിച്ചേക്കണത്. എല്ലാവിധ ദൗർബല്യങ്ങളുമുള്ള നമ്മൾ തെളിയിച്ചിരിക്കുകയാണ്. ഫുതിഹത്ത് അബ്വാബുൽ ജന്ന, അവിടെ സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെട്ടിരിക്കുന്നു. എന്താ സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അർത്ഥം അല്ലേ? ഒല്ലിക്കത്ത് അബ്വാബുൻ നാർ, നരക കവാടങ്ങൾ അടക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഇവിടെ തിന്മയില്ല, എങ്ങും നന്മകൾ വിളയാടിയിരുന്നു, തെറ്റുകുറ്റങ്ങൾ സംഭവിക്കുന്നില്ല. തെറ്റുകുറ്റങ്ങൾ ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് നരകത്തിന്റെ ആവശ്യകത? ഒന്നും ആവശ്യകതയില്ല. എങ്ങും സ്വർഗീയമായ ഒരു അന്തരീക്ഷം. അള്ളാഹു തണലേകിയിരിക്കുന്നു. ആർക്ക് വേണ്ടി? മനുഷ്യർക്ക് വേണ്ടി. അതുകൊണ്ട് നിങ്ങൾ അറിയൂ, ഇങ്ങനെ ഒരു ജീവിത രീതിയെ പറ്റി നിങ്ങൾ അറിയൂ എന്ന് മാലോകരെ വരെ അറിയിക്കുകയാണ്. വെറും മുസ്ലിം സമുദായത്തിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന ഒരു ഏർപ്പാടല്ല ഇത്. ജനങ്ങൾ സാക്ഷ്യം വഹിക്കുകയാണ്. എങ്ങനെയാ കഴിയുക? ഇന്നലെ രാത്രി റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ കാത്തിരിക്കുമ്പോ അവിടുത്തെ പോയിന്റ്സ്മാൻ ചോദിച്ചു, നോമ്പൊക്കെ തുടങ്ങിയില്ലേ, എത്ര മണിക്കൂറുണ്ടാകും നോമ്പ്? ആ ഹൈന്ദവ സഹോദരൻ ഈ ആശ്ചര്യത്തോടു കൂടി ചോദിക്കും, ഒരു 12 മണിക്കൂർ ഉണ്ടാകും. ഓ, ഇത്രയും നേരം എങ്ങനെയാണ് നിങ്ങൾക്ക് ഇങ്ങനെ കഴിയുക? പ്രയാസമല്ലേ? ഇല്ല, ഒരു ബുദ്ധിമുട്ടുമില്ല, അറിയില്ല. അവരറിയണം, ഇവിടുത്തെ ജനങ്ങൾ അറിയണം. നിശബ്ദമായി ആരും അറിയാതെ ഏതെങ്കിലും ഒരു മൂലയിൽ, പള്ളിക്കുള്ളിലോ വീടിനുള്ളിലോ ഇങ്ങനെ അടഞ്ഞൊതുങ്ങിയിരുന്ന് തസ്ബീഹുകൾ ചൊല്ലി ഒതുങ്ങി കഴിയുകയല്ലോ നമ്മൾ ചെയ്യുന്നത്. നോമ്പെടുത്തുകൊണ്ട് ജനസാക്ഷ്യം, ജനങ്ങൾക്കിടയിൽ നമ്മൾ ജീവിച്ചു കാണിക്കുകയാണ്. വേണ്ടി വന്നാൽ ഇങ്ങനെയും ജീവിക്കാൻ ഞങ്ങൾക്കറിയാം. ഭക്ഷണം കഴിച്ചുകൊണ്ടും ജീവിക്കാൻ അറിയാം, ഭക്ഷണം കഴിക്കാതെയും ജീവിക്കാൻ അറിയാം. എല്ലാം അള്ളാഹുവിന് വേണ്ടിയാണ്. എന്തൊരു മനുഷ്യന്മാരാണ് അല്ലെ? പലപ്പോഴും നമുക്ക് അള്ളാഹുടെ വിഷയത്തിൽ നമ്മുടെ കാര്യങ്ങളുമായൊക്കെ ഇങ്ങനെ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും അബദ്ധങ്ങൾ സംഭവിച്ചു പോകാൻ സാധ്യതയുള്ളിടത്ത് ഈ ഒരു ഖരീദി വെപ്പ് മനുഷ്യനെ വളർത്തുകയാണ്, സംസ്കാരമുള്ളവനാക്കി വളർത്തുകയാണ്. നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് കൈറൂരി വിടുന്നവനെ പോലെയല്ല. ഈ പട്ടം കണ്ടിട്ടില്ലേ നമ്മൾ? ആ പട്ടം എത്ര വേണമെങ്കിലും ഉയർന്നു പോകാൻ കഴിയും. ആ പട്ടം ഇങ്ങനെ ഉയർന്നു പോകും. പക്ഷെ അതിന്റെ നിയന്ത്രണം, ഒരു കടിഞ്ഞാനുണ്ട്. ആ കടിഞ്ഞാൻ പൊട്ടിയാൽ ആ പട്ടം നിലംപതിക്കുന്ന പോലെ പട്ടം വിചാരിക്കും, ആ നൂല് ആ കൈയൊന്ന് വിട്ടിരുന്നെങ്കിൽ ഇനിയും പാറിപ്പറക്കാമായിരുന്നല്ലോ എന്ന്. എന്തിനാണ് നമുക്ക് ഖുർആനും ഹദീസും റസൂലും നിയമവും നിസ്കാരവും നോമ്പും സ്വർഗവും നരകവും ഒക്കെ പറയുന്നത്? നമ്മുടെ നിയന്ത്രണമാണ്. ആ നിയന്ത്രണമില്ലെങ്കിൽ പട്ടം പോലെ നമ്മൾ എവിടെയോ പറന്ന് അവസാനം നിലത്ത് വന്ന് വീഴും, പൊട്ടിത്തകർന്ന് കീറിപ്പറിഞ്ഞു പോകും നമ്മൾ. ലോകം അതിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കെ ഒരു നിയന്ത്രണത്തിന്റെ അകത്തു നിന്നുകൊണ്ട് മനുഷ്യനായി എങ്ങനെ ജീവിക്കാം? നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഈ ഒരു അടിസ്ഥാന ദൗത്യത്തെ പറ്റി, ലക്ഷ്യത്തെ പറ്റി നമ്മൾ മറന്നു പോകാൻ പാടില്ല.
എന്തിനാണ് നമ്മളെ ഇങ്ങനെ സ്ഫുടം ചെയ്തെടുക്കുന്നത്? ഇങ്ങനെ നിയന്ത്രണങ്ങൾക്ക് വിധേയമാക്കിക്കൊണ്ട് നമ്മളെ രൂപപ്പെടുത്തുന്നത് എന്തിനാ? നമ്മൾ അള്ളാഹുവിന്റെ ഖലീഫയാണ്. ഒരു പ്രത്യേകമായ ഉത്തരവാദിത്വം ഈ ലോകത്ത് നിർവഹിക്കാൻ വേണ്ടി അള്ളാഹു സൃഷ്ടിച്ചു കെട്ടിട്ടുള്ള പ്രത്യേകമായ ആദരവിനാൽ ആദം ശ്രേഷ്ഠ ഉന്നത പദവിയായിട്ടുള്ള സൃഷ്ടിയാണ്. അവൻ രൂപപ്പെടണം, ആ ഗുണനിലവാരത്തിലേക്ക് രൂപപ്പെടണമെങ്കിൽ ഇങ്ങനെ വേണം. അങ്ങനെ നമ്മൾ മാറും. എങ്ങനെ മാറും? ഈ നോമ്പിലൂടെ നമുക്ക് മാറാൻ കഴിയും. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഈ നോമ്പിനെ പറ്റിയിട്ട് എപ്പോഴും നമ്മൾ പറയാറുള്ളത് പുണ്യങ്ങളുടെ മാസം, അനുഗ്രഹങ്ങളുടെ മാസം, പ്രതിഫലങ്ങളുടെയൊക്കെ മാസം എന്നാണ് നമ്മൾ എപ്പോഴും പറയാറ്. ഇതുപോലെ തന്നെ ഈ മാസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് മഗ്ഫിറത്തിന്റെ കൂടി മാസമാണ്. അത് തൗബയുടെ കൂടി മാസമാണ്. നമ്മളായ ദൗർബല്യങ്ങളുള്ള ഒരുപാട് പോരായ്മകളും ന്യൂനതകളൊക്കെയുള്ള നമ്മൾ എന്ത് ചെയ്യും? അബദ്ധത്തിൽ തെറ്റുകുറ്റങ്ങളൊക്കെ സംഭവിക്കും. എന്നും തെറ്റുകാരനായിട്ട് നമ്മളെ വിടുകയല്ല ചെയ്യുന്നത്, മറിച്ച് നമുക്ക് പശ്ചാത്തപിച്ച് മടങ്ങാൻ. എന്താ പശ്ചാത്തപിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം? നമ്മൾ തിരിച്ചു വരികയാണ്. നമ്മൾ അള്ളാഹുവിനോട് തന്റെ ദാസനിൽ നിന്ന് അകന്നുപോയ നമ്മൾ വീണ്ടും ആ അള്ളാഹുവിലേക്ക് അടുക്കാൻ, അവിടെ തിരിച്ചു വരാൻ, ഇസ്തിഗ്ഫാർ നടത്താൻ, വീണ്ടും അള്ളാഹുവിലേക്ക് മടങ്ങി വരുവാൻ അള്ളാഹു നമ്മൾ പശ്ചാത്തപിക്കുന്നു. അള്ളാഹു നമുക്ക് പുറത്തു തരുന്നു. അല്ലെ, നമ്മുടെ ദേഹേച്ഛകൾ കടിപ്പെട്ടുകൊണ്ട് പൈശാചികമായ പ്രേരണകൾക്കൊക്കെ വിധേയമായിക്കൊണ്ട് പലപ്പോഴും നമ്മുടെ ഇന്നലകളിൽ പല അബദ്ധങ്ങളും തെറ്റുകുറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഈ അസ്ലഭ സന്ദർഭങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കാൻ പറ്റിയ നാളുകളാണ് റമദാൻ മാസം എന്ന് പറയുന്നത്. പ്രസിദ്ധ ഖുർആൻ മുഫസ്സിറായ ഖുർതുബി റഹ്മത്തുള്ളാഹി അലൈഹി റമദാനെ പറ്റി പറഞ്ഞത്, റമദാൻ എന്ന് പറഞ്ഞാൽ റമദാൻ എന്ന വാക്കിൽ നിന്നാണ് ഉണ്ടായേക്കുന്നതാണ്. റമദാൻ എന്ന് പറഞ്ഞാൽ കരിച്ചു കളയുക, കഴുകി വൃത്തിയാക്കുക. അപ്പൊ മരുഭൂമിയൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ല, നല്ല വെളുത്ത മണൽപ്പരപ്പാണ്. ആ മണൽപ്പരപ്പിലും അഴുക്കുകൾ ഉണ്ടാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും സഹാബികളോട് ഈ മണൽപ്പരപ്പിൽ നിന്ന് അഴുക്കുകൾ ശേഖരിക്കാൻ പറഞ്ഞപ്പോ സഹാബികൾ ഇങ്ങനെ കൗതുകം കൂടി, ഈ മണൽപ്പരപ്പിൽ അഴുക്കുകളൊന്നും കാണുന്നില്ലല്ലോ, നിങ്ങൾ പരതി നോക്കൂ എന്നിട്ട് ഇങ്ങനെ ശേഖരിക്കൂ എന്നാണ് പറഞ്ഞത്. അങ്ങനെ സഹാബികളൊക്കെ ഇങ്ങനെ ശേഖരിച്ചു വന്നപ്പോ അത് വലിയൊരു കൂമ്പാരമായിട്ട് മാറി. അപ്പൊ റസൂല് പറഞ്ഞ്, വളരെ വ്യക്തിത്വമുള്ള, പേഴ്സണാലിറ്റിയുള്ള, ജീവിതത്തിൽ എക്സിക്യൂട്ടീവായ, നല്ല വസ്ത്രം ധരിക്കുന്ന, നല്ലൊരു മാന്യൻ എന്ന് തോന്നുന്ന, ഭംഗിയുള്ള, എല്ലാമുള്ള ഒരു പെർഫെക്റ്റ് ആയ ഒരു പൂർണ്ണ മനുഷ്യനുണ്ടല്ലോ, ഈ മനുഷ്യരിലും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ, അഴുക്കുകളൊക്കെ ഉണ്ടാകും. ഈ മണൽപ്പരപ്പ് പോലെ നമ്മൾ നമ്മിൽ നിന്ന് ഇങ്ങനെ ശേഖരിച്ചാൽ ചെറുതായ ഒരുപാട് പാപങ്ങൾ അത് വലിയൊരു പാപമായിട്ട് ഇങ്ങനെ മാറും. ഈ മണൽപ്പരപ്പിൽ ഒരുപാട് അഴുക്കുകളുള്ള മണൽപ്പരപ്പുകളിൽ ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ ആ മണല് കഴുകി അങ്ങ് വൃത്തിയാകും, ശുദ്ധിയാകും. ഇതുപോലെയാണ് ഇസ്തിഗ്ഫാർ കൊണ്ട്, തൗബയിലൂടെ നമ്മുടെ ജീവിതത്തിന്റെ പാപങ്ങൾ, കറകൾ, തെറ്റുകുറ്റങ്ങൾ കഴുകി വൃത്തിയാക്കാൻ, ശുദ്ധീകരിക്കാൻ, മലീമസപ്പെട്ടു പോയ ആ മനസ്സിനെ ശുദ്ധീകരിക്കാനുള്ള അവസരങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് എന്ത്? ഈ റമദാൻ മാസം എന്ന് പറയുന്നത്. ഇന്നൻ നഫ്സ ലഅമ്മാറത്തുൻ ബിസ്സൂ, എപ്പോഴും ഇങ്ങനെ തിന്മയിലേക്ക് ഇങ്ങനെ പ്രേരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മാനസികാവസ്ഥയാണ്, പ്രകൃതമാണ് നമ്മുടേത്. ഇവിടെ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് പശ്ചാത്തപിച്ചുകൊണ്ട് മടങ്ങുന്നവരെയാണ് അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്നത്. والصائمين والصائمات والحافظين فروجهم والحافظات والذاكرين الله كثيرا والذاكرات. നോമ്പുകാര്, നോമ്പ് പിടിക്കുന്ന ആണുങ്ങൾ, പെണ്ണുങ്ങൾ, ജീവിതത്തിൽ അബദ്ധം സംഭവിക്കുന്നവർ, ഇവിടെയൊക്കെ
അള്ളാഹു നമുക്ക് വാഗ്ദാനം ചെയ്യുന്നു. സൂക്ഷ്മതയോടുകൂടി ജീവിക്കുന്ന മനുഷ്യനെ വളർത്തിയെടുക്കുകയാണ് ഇസ്ലാം. അള്ളാഹു മനുഷ്യന് വാഗ്ദാനം ചെയ്യുന്നു എന്ത്? വഅജ്റൻ അളീമാ, മഹത്തായ പ്രതിഫലം അള്ളാഹു നമുക്ക് വാഗ്ദാനം ചെയ്യും. ഈ സന്ദർഭം നമുക്ക് സീസൺ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയണം. നമ്മുടെ ദിക്റുകളുടെ, നമ്മുടെ സ്വലാത്തുകളുടെ, ഖുർആൻ പാരായണങ്ങളുടെ എല്ലാ മാസം എന്ന് നമ്മൾ സ്വയം സായുജ്യമടഞ്ഞുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യുന്നതോടൊപ്പം നമ്മളെ തിരുത്താനുള്ള തൗബയുടെ മാസമാണ് ഇത് എന്നും കൂടി നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല യൻസിലു റബ്ബുനാ തബാറക വതആല കുല്ല ലൈലത്തിൻ ഇല സമാഇ ദുനിയാ ഹീന യബ്കാ സുലുസുൽ ലൈലിൽ ആഖിർ. ഒരു പ്രത്യേക സന്ദർഭത്തിൽ ആ രാവിന്റെ 1/3 സമയത്തിൽ അള്ളാഹു ആകാശത്ത് നിന്ന് താഴോട്ട് ഇറങ്ങി വരുമത്രേ. എന്നിട്ട് അന്വേഷിക്കും, എനിക്ക് വേണ്ടി പാപമോചനം നടത്തിക്കൊണ്ടിരിക്കുന്നവൻ, എന്നോട് പാപമോചനം ചെയ്യുന്നവൻ, ചെയ്തുപോയ തെറ്റുകളുടെ പേരിൽ പശ്ചാത്തപിച്ചുകൊണ്ട് കുറ്റബോധത്താൽ അത് തിരുത്താൻ വേണ്ടി തയ്യാറവൻ ആരാണുള്ളത്? അള്ളാഹു അന്വേഷിക്കും. എന്തൊരു സന്ദർഭമാണ്! ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീന വയുഹിബ്ബുൽ മുതതഹിരീൻ. അങ്ങനെ പശ്ചാത്തപിച്ച് മടങ്ങുന്നവരെയാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത്. നമ്മൾ അള്ളാഹുവിന്റെ ഇഷ്ടക്കാരാൻ ആഗ്രഹിക്കുന്നവരല്ലേ? നമ്മൾ പശ്ചാത്തപിക്കാൻ, നമുക്ക് ഇസ്തിഗ്ഫാർ നടത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അള്ളാഹു ചോദിക്കുന്നുണ്ട്, അഫലാ യതൂബൂന ഇലല്ലാഹി വയസ്തഗ്ഫിറൂന വല്ലാഹു ഗഫൂറുർ റഹീം. നിങ്ങൾ പശ്ചാത്തപിക്കുന്നില്ലേ? നിങ്ങൾ പൊറുക്കലിനെ തേടുന്നില്ല. എന്താണ് നിങ്ങൾക്ക് അതിനൊരു തടസ്സം? അള്ളാഹു ഗഫൂറുർ റഹീമാണെന്ന്, അള്ളാഹു ഏറെ പൊറുക്കുന്നവനും പശ്ചാത്തപിക്കുന്നവനുമാണ് എന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റഇമ അൻഫു റജുലിൻ ദഖല അലൈഹി റമളാൻ സുമ്മ സലഹ ഖബല യഗ്ഫിറ ലഹു. റമളാൻ വന്നെത്തുകയും പാപങ്ങൾ പൊറുക്കപ്പെടാതെ ഈ റമളാൻ അവസാനിക്കുകയും ചെയ്തു പോയി കഴിഞ്ഞാൽ ആ ഒരുവനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നശിച്ചു പോകട്ടെ എന്നാണ്. എത്ര ഗൗരവമുള്ള വർത്തമാനമാണ്! എന്തോരം അറിഞ്ഞും അറിയാതെയും തെറ്റുകളാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ തെറ്റുകാരെ അള്ളാഹുവിന് ഇഷ്ടമാണെന്നാണ്. നമ്മൾ ഒരു തെറ്റുമില്ലാതെ തെറ്റ് കുറ്റമറ്റവനായിരിക്കുന്നതല്ല അള്ളാഹുവിന് ഇഷ്ടം. മനുഷ്യ സഹജമായ തെറ്റുകൾ നമ്മളെ സംഭവിക്കും. അവിടെ അള്ളാഹുവിനോട് പൊറുക്കലിനത്താണ്. കുല്ലു ബനി ആദമ ഖതാഉൻ വഖൈറുൽ അത്തഖതാഇന തവ്വാബീൻ. ഈ തെറ്റുകൾ വരുമ്പോൾ അള്ളാഹുവിന് ഇഷ്ടം പശ്ചാത്തപിച്ച് നമ്മളിൽ ശ്രേഷ്ഠൻ തെറ്റുകളിൽ പശ്ചാത്തപിക്കാൻ വേണ്ടി സന്നദ്ധനായി മാറുന്നവനാണ്. അതുകൊണ്ട് അത്താഇബു മിൻ ദംബി കമൻ ലാ ദംബ ലഹു. ഈ തൗബ ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും അവനെന്തായി? പാപങ്ങളില്ലാത്ത നിഷ്കളങ്കനായി മാറും. അതുകൊണ്ടാണ് റസൂല് പറഞ്ഞത്, റമളാനിൽ നോമ്പെടുത്തവൻ ഹജ്ജ് ചെയ്ത് മടങ്ങി വരുന്നവനെ പോലെ തന്നെ എന്താണ്? കയൗമിൻ വലദത്തുഹു ഉമ്മുഹു. മാതാവ് പ്രസവിച്ച ദിവസത്തിലെ നിഷ്കളങ്കനായിട്ട് വരും. ഒരു തെറ്റുമില്ലാത്ത ശുദ്ധ പ്രകൃതത്തോടു കൂടി നമുക്ക് വരാൻ കഴിയും. അതുകൊണ്ട് ഈ സന്ദർഭം നമ്മൾ ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയണം സഹോദരന്മാരെ. റബ്ബക്കും ثم توبوا إليه يمتعكم متاعا حسنا إلى أجل مسمى. അള്ളാഹു നമുക്ക് അവസരങ്ങൾ നൽകിയാണ്. വളരെ സംതൃപ്തകരമായി ഇവിടെ വിഭവങ്ങളൊക്കെ ആസ്വദിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കുമ്പോൾ തന്നെ അള്ളാഹുവിനോട് പശ്ചാത്തപിക്കാൻ, അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്താൻ, അള്ളാഹുവിനോട് തൗബ ചെയ്യാനുള്ള അവസരം നമുക്ക് നൽകിയിട്ടുണ്ട്. അള്ളാഹു നമുക്കൊക്കെ ഒരു ശ്രേഷ്ഠത അള്ളാഹു നൽകിയിട്ടുണ്ട്. എന്നിട്ട് അള്ളാഹു പറയുകയാണ്, എന്നിട്ടും ഈ ഒരു അവസരം ഉണ്ടായിട്ടും നമ്മൾ പിന്തിരിഞ്ഞു പോവുകയാണ് എങ്കിൽ വലിയൊരു ശിക്ഷയുടെ ദിവസത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കാത്തിരുന്നു കൊള്ളുക. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അള്ളാഹുവിൽ നിന്ന്
മനുഷ്യ സഹജമായ ദൗർബല്യങ്ങൾ കൊണ്ട് നമ്മൾ അകന്നു പോയിട്ടുണ്ട് എങ്കിൽ ആ അള്ളാഹുവിലേക്കുള്ള മടങ്ങി വരവാണ് തൗബയും ഇസ്തിഗ്ഫാറും. അതിന് ഈ മാസത്തിൽ പ്രത്യേകമായ അവസരങ്ങൾ നൽകിക്കൊണ്ട് തന്റെ ഉടമയെ വീണ്ടും ആ ട്രാക്കിലേക്ക് വഴിതെറ്റിപ്പോകുന്നിടത്ത്, ട്രാക്ക് തെറ്റിപ്പോകുന്നിടത്ത്, പാളം തെറ്റിപ്പോകുന്നിടത്ത് വീണ്ടും ശരിയായ ട്രാക്കിലൂടെ സഞ്ചരിക്കാനുള്ള ഈ അവസരത്തെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു കവി പറയുന്നുണ്ട്, ഇലാഹി ലസ്തു ലിഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലാ നാരി ജഹീമി ഫഹബ്ലി തൗബതൻ ഫഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറുൽ ദംബിൽ അളീമി. പടച്ചോനെ, എന്റെ സ്വഭാവം വെച്ചിട്ട് എനിക്ക് സ്വർഗസ്ഥനാവാനുള്ള അർഹതയൊന്നുമില്ല. സ്വർഗസ്ഥനാവാനുള്ള അർഹതയില്ലെങ്കിൽ പിന്നെ എന്താ അർത്ഥം? പിന്നെ നരകത്തിൽ പോകാന്നുള്ളതാണ്. പക്ഷെ പടച്ചോനെ, ആ നരകത്തിന്റെ അഗ്നി താങ്ങാനുള്ള കെൽപ്പൂല എനിക്ക്. ഞാൻ സാധുവാണ്. അള്ളഹാനോട് നമ്മൾ പറയുകയാണ്, ഇലാഹി ലസ്തു ലിഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി. സ്വർഗത്തിൽ പോകാനുള്ള അർഹതയില്ല, നരകത്തിൽ പോകാനുള്ള കെൽപ്പുമില്ല. പിന്നെ എന്താ ചെയ്യാ? പിന്നെ എന്താണ് നമ്മളിങ്ങനെ പറയും? പടച്ചോന് പിന്നെ ആകെയുള്ള ഒരു പ്രതീക്ഷ, ഫഹബ്ലി തൗബതൻ ഫഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറുൽ ദംബിൽ അളീമി. പിന്നെ ആകെ ഒരു പ്രതീക്ഷ നിന്റെ ഈ പാപം മോചന മോക്ഷത്തിലുള്ള ഒരു പ്രതീക്ഷയാണ്. ഇസ്തിഗ്ഫാറിലും തൗബയിലുമുള്ള പ്രതീക്ഷയാണ്. എത്ര വലിയ പാപിയാണെങ്കിലും നീ പുറത്തു തരൂന്നാണ് എന്റെ പ്രതീക്ഷ. എത്ര നല്ല വർത്തമാനം. ഈ ഒരു പ്രതീക്ഷയോടുകൂടി ആകട്ടെ ഇനിയുള്ള ജീവിതം. പ്രാർത്ഥനകളിലൂടെ, തൗബയിലൂടെ, ഇസ്തിഗ്ഫാറിലൂടെ ഈ അവസരം ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ വലിയ നഷ്ടകാരികളായിരിക്കുമെന്ന് നമ്മൾ ഓർക്കുക. അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. നോമ്പ് അതിന്റെ എല്ലാവിധ അർഹിക്കുന്ന അമലുകളോടുകൂടി ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ പ്രാർത്ഥനകളിലൂടെ, ദിക്റുകളിലൂടെ, ഇസ്തിഗ്ഫാറിലൂടെ, തൗബയിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പൂർണ്ണ ആഫിയത്തോടും പൂർണ്ണ ആരോഗ്യത്തോടും ആയുസ്സോടും കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഭൂമിയിൽ എന്ന് ജീവിച്ചിരിക്കണമെന്നൊന്നും ആഗ്രഹിച്ച ആളല്ല. റസൂലിന് ഉറപ്പാണല്ലോ സ്വർഗവും അള്ളയൊക്കെ. പക്ഷെ റമദാൻ ആയാലും റസൂൽ പ്രാർത്ഥിക്കുമായിരുന്നാണ്, പടച്ചോനെ ഈ റമദാനിൽ എന്നെ മരിപ്പിക്കരുത്, ആയുസ് നീട്ടിത്തരണേനാണ്. കാരണം അത്രക്ക് പുണ്യങ്ങളും പ്രതിഫലങ്ങളുമാണ്. ഈ അവസരം നഷ്ടപ്പെടുത്താൻ പറ്റൂല. ഉപയോഗപ്പെടുത്തിയിട്ട് വേണമെന്നെങ്കിൽ ഞാൻ റെഡിയാണ്. ഈ ഒരു മനസ്സ് നമുക്ക് ഉണ്ടാക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. وأقول قولي هذا أستغفر الله لي ولكم واستغفروه إنه غفور رحيم.